ആക്കാം. 6 തവണ പൾസർ സുനിയും ദിലീപും നേരിട്ട് കണ്ടു, ഗൂഢാലോചന നടത്തി. അതിൽ ഒരു തവണ എന്ന് പറയുന്നത്, ഏഴാമത്തെ ഞാൻ 6 എന്ന് പറഞ്ഞത് ഒരു തവണ നാദിർ ഷാ ആയിരുന്നു. അങ്ങനെ 7 ഗൂഢാലോചന വാദങ്ങൾ ആയിരുന്നുവല്ലോ. 2 തവണ പണം കൈമാറി, ഇതും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നല്ലോ. ഒരു തവണ ദിലീപും ഒരു തവണ നാദിർ ഷായും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ 7 എണ്ണവും തെളിവില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുകയായിരുന്നു കോടതി ചെയ്തത്. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറയുകയാണ്, ഇതിനേക്കാൾ കൂടുതലായിട്ടൊരു ഗൂഢാലോചന എങ്ങനെ തെളിയിക്കാനാണെന്ന്, ഇത്രയും വാദമുഖങ്ങൾ പോരെയെന്ന്. അല്ല, അങ്ങനെയല്ല. ക്രിമിനൽ കേസ് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, അദ്ദേഹത്തിന് അറിയാത്തതല്ല. ഒരു ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കേണ്ടത്, അതിന് എന്ത് തരത്തിലുള്ള തെളിവുകളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ ലേ ഔട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മഞ്ജുഷ്, ഞാനതൊരു നേരത്തെ ഉള്ള ഒരു ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേവലം ആൾക്കാരുടെ പ്രസൻസ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നുള്ള ഒരു പോളിസി, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഈസ് ഫോർ ആൻ എഗ്രിമെന്റ് എന്ന രീതിയിലത്തേക്ക് തെളിയിക്കുകയും വേണം. കാരണം ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കൃത്യം നടക്കുന്ന സ്ഥലത്ത് പ്രസന്റ് ആകണമെന്ന് നിർബന്ധമില്ല. അയാൾ പ്ലാൻ ചെയ്യുന്നു, മറ്റാൾക്കാരെ അയക്കുന്നു, അപ്പോൾ അയാൾ മറ്റെവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലീനിയൻ്റ് ആക്കി കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ആണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും ഗൂഢാലോചനയിൽ അറസ്റ്റ് ചെയ്യാം. കാരണം മറ്റ് തെളിവുകൾ ആവശ്യമില്ല, അവരുടെ പ്രസൻസ് ആവശ്യമില്ല. അതുകൊണ്ട് ബൈ ഡിസൈനാണ് ഇത് അത്രത്തോളം സ്ട്രിക്റ്റർ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ട്, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് വിത്ത് ആൻ എഗ്രിമെന്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. മിയർ അസോസിയേഷൻ ഓർ നോളജ് ഈസ് നോട്ട് ഇനഫ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ അറിയാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് അതിന് മതിയായിട്ടുള്ള തെളിവല്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഉദാഹരണത്തിന് അബാദ് പ്ലാസയിൽ ഈ ഒരു മഴവില്ലഴകിൽ അമ്മ എന്നുള്ള പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്ന സമയത്ത് പൾസർ സുനി അവിടെ എത്തി എന്ന് ഒരാൾ പറയുന്നുണ്ട്. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. അയാളെ വളരെ മാസങ്ങൾക്ക് ശേഷം ചേർത്തിരിക്കുന്ന വിറ്റ്നസ് ആണ്. അപ്പൊ ആ വിറ്റ്നസ് പിന്നീട് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന് സംശയിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ. ആ സാക്ഷി എന്ന് പറയുന്നത് പൾസർ സുനി അബാദ് പ്ലാസയുടെ അകത്തേക്ക് കയറിപ്പോയി, തന്നോടൊപ്പം വന്നിട്ട് തന്നെ വെളിയിൽ നിർത്തിയിട്ട്, എന്നിട്ട് ഈ മഴവില്ലഴകിൽ അമ്മ എന്നുള്ള ഷോയുടെ ടിക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. ആ സാക്ഷിയുടെ കാര്യമല്ലേ താങ്കൾ പറഞ്ഞത്? എക്സാക്ട്ലി. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അയാൾ റിസപ്ഷൻ വഴിയാണ് കയറിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അബാദിലെ ഒരൊറ്റ സ്റ്റാഫിനെ പോലും അവർ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ട് പോലീസ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ ക്രോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നില്ല. കോടതി തന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അബാദിലെ സ്റ്റാഫിനെ ഇയാളെ ഐഡന്റിഫൈ ചെയ്തോ എന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് എന്താണ് എന്നുണ്ട്. അവിടെ തന്നെ കോടതി ഇതിന്റെ ഈ പ്രിൻസിപ്പിൾ, ഈ ഗൂഢാലോചന തിയറിയുടെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഉണ്ട് എങ്കിൽ അയാളുടെ പ്രസൻസ് പോലുമല്ല നിങ്ങളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അയാൾ ഈ 410ാമത്തെ റൂമിൽ പോയിട്ടുണ്ട് എന്നുള്ളതെങ്കിലും പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് പറയുമ്പോഴും അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവിടെ മറ്റ് സാക്ഷികളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ സിദ്ദിഖിനെ പോലെയുള്ളവരാണ് അവിടെ മറ്റ് സാക്ഷികൾ. അപ്പോൾ സിദ്ദിഖിനോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് അമ്മയുടേതായി അവിടെ നടക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആരെയെങ്കിലും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന താരങ്ങളെ കാണാൻ അനുവദിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ഇല്ല എന്നേ പറയുകയുള്ളൂ. പിന്നെ ഈ താരങ്ങളുടെ അനുമതിയോടുകൂടി അങ്ങനെ ആരെയെങ്കിലും അനുവദിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ദിലീപിന് അനുകൂലമായ മൊഴിയെ കൊടുക്കുകയുള്ളൂ. അതേ രീതിയിലുള്ള മൊഴികൾ അമ്മയുടെ മറ്റംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സിദ്ദിഖിന്റെ കാര്യം നമുക്കറിയാമല്ലോ, ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ആണ്. പക്ഷേ ഹോസ്റ്റൈൽ അല്ലാത്ത വിറ്റ്നസ്സുകളും പറഞ്ഞിരിക്കുന്നത് അവിടെ ആളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അവിടെ പ്രത്യേക ടാഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് താരങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊന്നും കൂറുമാറിയവരല്ല. അവരെല്ലാവരും തന്നെ പറയുന്നത്, കോടതി അതെല്ലാവരുടെയും വാദമെടുത്തതിന് ശേഷം അതിൽ പറയുന്നത്, എല്ലാവർക്കും ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അവിടേക്ക് പുറത്തുനിന്ന് ഒരാളിനെ കയറ്റി വിടുന്നില്ല. അവർ ഡ്രൈവർ ആണെങ്കിലും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാളെ അങ്ങോട്ട് കടത്തിവിടുന്ന പരിപാടിയില്ല എന്ന് ഈ കൂറുമാറിയവർ മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ, അവിടെയുള്ള എത്രയോ ആൾക്കാർ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാവരും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കുമ്പോൾ പോലും ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് എന്താണെന്നുള്ളത് നോക്കണ്ടേ. ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ്, ഇപ്പൊ നേരത്തെ മഞ്ജുഷ പറഞ്ഞിരിക്കുന്ന സ്വിഫ്റ്റ് ജംഗ്ഷന്റെ കാര്യം, ആ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഈ ഷൂട്ട് നടക്കുന്നത് സെപ്റ്റംബർ മാസം ഏതോ ഒരു തീയതി മുതൽ നവംബർ മാസം 3 വരെയാണ്.
അത് പ്രതിഭാഗം നേരത്തെ തന്നെ പറയുന്നുണ്ട്, ആ സമയം വരെ ഉള്ളൂ. അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവസാനം ഈ രണ്ടാൾക്കാരും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നു, അവരുടെ ടവർ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്തു എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട്, പ്രോസിക്യൂഷൻ തന്നെയാണല്ലോ ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നപ്പോൾ എന്താണ്, 3-ാം തീയതി വരെ അവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ 8-ാം തീയതി ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് എഴുപുന്നയിലാണ് ദിലീപിന്റെ ലൊക്കേഷൻ. മറുപടി ശ്രീമതി ടി ബി മിനി, ഇങ്ങനെ പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അബാദ് പ്ലാസയിലെ ഗൂഢാലോചനയാണ്. അവിടെ വെച്ചാണല്ലോ ഈ കൊട്ടേഷൻ കരാർ ഉണ്ടാക്കിയത്, 1.5 കോടിയുടെ വാഗ്ദാനം വന്നത്. ഈ രീതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂഷൻ? ഇത്തരത്തിൽ കോടതി ഈ ഉന്നയിച്ച തെളിവുകൾ, പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? മഞ്ജുഷ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല. ഇതൊരു കണ്ടംപ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. മഞ്ജുഷിനോട് എനിക്കിഷ്ടമാണ്. ന്യൂസ് 8നോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ്. ശ്രീജിത്ത് പണിക്കരോടും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് കണ്ടംപ്റ്റാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല, അതിൽ ഏത് കാര്യമാണ്? ചോദിച്ചോട്ടെ മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ. മാഡം ഈ കേസിൽ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണോ അത് പറയുന്നത്, അതോ ഒരു അഡ്വക്കേറ്റ് എന്ന പൊസിഷനിൽ ചെയ്യരുതെന്നാണോ പറയുന്നത്? കേസിൽ അപ്പിയർ ചെയ്തുണ്ടാവും അല്ലേ? ഇല്ല, കേൾക്കുന്നില്ല. മിനി കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല, മിനി ഹെഡ്സെറ്റ് ഊരി, അതുകൊണ്ടാണ്. ഓ ശരി. അല്ല, എനിക്ക് തോന്നുന്ന കക്ഷിയുടെ വക്കീലാണെന്നുള്ള ഒരു അസംഷനിലായിരിക്കും. അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. കക്ഷിയുടെ വക്കീലാണ് എന്ന് അറിഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ പങ്കെടുത്തതും. മുമ്പും പങ്കെടുത്ത. അതാ ഞാൻ എന്താണ് അത് വിധി വന്നതിന് ശേഷം എന്താണ് ഇതിന്റെ പൊസിഷൻ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം മാഡം നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അന്നൊരു വൈകുന്നേരത്തോടു കൂടി ഈ വക്കാലത്ത് മാറുകയാണ്. പിന്നെ നോ ലോങ്ങർ അതിജീവിതയുടെ വക്കീൽ. അതുകൊണ്ട് ഇനി സംസാരിക്കുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്നെ ലീഗൽ എനിക്ക് മനസ്സിലായല്ലോ. ചർച്ച കഴിഞ്ഞിട്ട് മിനിയോട് തന്നെ ചോദിക്കാം. എന്തായാലും അവർക്ക് ഇത് താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. ശരി ശ്രീജിത്ത്, ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പോൾ താങ്കൾ അബാദ് പ്ലാസയുടെ കാര്യം പറഞ്ഞു. സ്വിഫ്റ്റ് ജംഗ്ഷനിലെ തോപ്പുംപടിയിലാണല്ലോ അത്. അവിടെ അന്ന് ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പണം കൈമാറിയ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജോയിസ് പാലസ് തൃശ്ശൂർ, അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് 10,000 പിന്നെ 1 ലക്ഷം. ആ 1 ലക്ഷം കൈമാറിയ അതേ ദിവസം തന്നെയാണല്ലോ അല്ലേ, 2-ാം തീയതി നവംബർ 2-ന് തന്നെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. ഇതിന് ഹാജരാക്കിയ തെളിവുകൾ അതും നിരാകരിക്കുകയാണല്ലോ കോടതി ചെയ്തത്. തീർച്ചയായിട്ടും. കാരണം അതൊക്കെ എന്തുകൊണ്ടാണ് നിരാകരിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായി മാറുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള തെളിവുകൾ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് നിൽക്കാതെ പോയത്. അപ്പം നമ്മളിവിടെ പറയുന്ന ഒരു കണ്ടൻഷൻ എന്താണ്? ജനറലി നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും തെളിവുകളെ ഒന്നാകെ പരിഗണിച്ചാൽ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്താ? ഈ വിധി വന്നത് മുതൽ വേണ്ടുന്ന തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കോടതി കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ വിധി വായിക്കുന്ന സമയത്ത് ശ്രീ ജോർജ് ജോസഫിനെ പോലെ നല്ല പ്രാക്ടീസ് ഉള്ള പരിചയമുള്ള ഒരാളിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചയവും കൊണ്ട് അദ്ദേഹം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ സെറ്റിൽ ഒരു ഗുണ്ടകൾ പുറത്തു നിന്ന് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് വന്ന് തർക്കം പറഞ്ഞു പരിഹരിക്കുന്നത് പൾസർ സുനിയാണ്. അതോടുകൂടി പൾസർ സുനി വലിയ ഗംഭീര കക്ഷിയാണ് എന്ന് ദിലീപിന് തോന്നുകയും ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഗ്രൗണ്ട്. അതായത് അതിനുശേഷമാണല്ലോ ഈ പണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്കൊരു പേയ്മെന്റ് ഈ പ്രൊഡക്ഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പേയ്മെന്റ് വൗച്ചർ നമ്പർ 57 എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഹാജരാക്കുന്നുണ്ട്. ഈ ഹാജരാക്കുമ്പോൾ ഈ പേയ്മെന്റ് വൗച്ചറുകൾ എല്ലാം കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിൽ ഈ 57 ഹാജരാക്കുമ്പോൾ സുനിൽ കുമാർ ഗുണ്ട 680 രൂപ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ലോജിക്കലായിട്ടുള്ള ചോദ്യം, ഒരു സെറ്റിലെ തർക്കം പരിഹരിക്കുന്നതിന് ഒരാളിന് കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷന്റെ പ്രതിഫലമാണ് 680 രൂപ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. 650 രൂപ മേടിക്കുന്ന ആളിനാണ് ഈ 1.5 കോടിയുടെ കൊട്ടേഷൻ കൊടുക്കുന്നത്. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സുനിൽകുമാർ ഗുണ്ട എന്ന് പറയുന്നത് ഈ പൾസർ സുനി ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. പകരം എന്താ ചെയ്തത്? ഈ പേയ്മെന്റ് വൗച്ചറുകൾ മുഴുവനും ആ സിനിമയിൽ ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരുന്ന പേയ്മെന്റ് ആണ്. അതിന് തൊട്ട് മുമ്പത്തെ ഷീറ്റിൽ കിടക്കുന്നത് ബിനീഷ് കുമാർ ഗുണ്ട എന്നാണ്. തന്നെയല്ല, ഇത് ഗുണ്ടകളായിട്ട് അഭിനയിച്ച ആൾക്കാരാണെന്ന് തെളിയിക്കുന്നതിന് ആ വൗച്ചറിൽ തന്നെ ഇവർ ഏത് സീനിലാണ് ഗുണ്ടയായിട്ട് അഭിനയിച്ചത്, അതായത് മുകേഷിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്, ആ വീട്ടിലെ ഗുണ്ട,
ദിലീപിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന കൈനഗരി വീട്, അവിടുത്തെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകൾക്ക്, അതായത് ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെന്റിനെ ഈ തർക്കം ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചിരുന്ന സുനിക്കുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കോടതി വെറുതെയാണോ മഞ്ജുഷ് പറയുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നത് എന്താണ്? ഷെയിംലെസ് അറ്റംപ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നടന്നിരിക്കുന്നതെന്ന്. ഈ ഒരു എവിഡൻസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിഡൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയോ, അതോ എവിഡൻസിന്റെ ശരി, ശ്രീ ജോർജ്